ഞാനിന്നൊരു 1 day in my life വീഡിയോ എടുക്കാൻ പോവാണ്. എനിക്ക് ആഴ്ചയിൽ 5 ദിവസവും ജോലിയുണ്ട്. ബാക്കി 2 ദിവസം ഓഫുള്ള ദിവസങ്ങളിൽ ഇന്നിപ്പോൾ 2ാമത്തെ ദിവസമാണ് ഓഫുള്ളത്. രാവിലെ എണീറ്റു. ഇവിടെ സൺറൈസ് വരുന്നത് 8:45 സമയം ഇപ്പോൾ ഏകദേശം 8 മണി ആയിട്ടേ ഉള്ളൂ. സോ 2025 മുമ്പ് ഒരു 4-5 മാസമൊക്കെ ഞാൻ ജിമ്മിൽ പോയിട്ടുണ്ടായില്ല. ഇനിയിപ്പോൾ ജിമ്മിലേക്ക് പോകണം എന്നാണ് വിചാരിക്കുന്നത്. നാട്ടിലേക്ക് വരാനും കുറച്ചൊക്കെ ഒന്ന് ഫിറ്റ് ആവണ്ടേ. സോ അതുകൊണ്ട് ഇന്ന് രാവിലെ എണീറ്റ് ആദ്യം ജിമ്മിലേക്ക് പോവാണ്. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ ഓൺ ദ വേ നമുക്ക് കാണാം. ഞാൻ താമസിക്കുന്ന ഒറ്റയ്ക്കാണ്. സോ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കണം, ഞാൻ തന്നെ കുക്ക് ചെയ്യണം. ഞാൻ കുക്ക് ചെയ്തില്ലെങ്കിൽ എനിക്ക് പട്ടിണിയാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. പാരീസിൻ്റെ മെയിൻ സിറ്റിയിൽ താമസിക്കുന്നവർക്ക് അറിയാം, ഇവിടെയുള്ള മിക്ക ബിൽഡിങ്സിലും ലിഫ്റ്റ് ഉണ്ടാവണമെന്നില്ല. ഇതേതോ ഒരു ജാംബോവൻ കാലത്തെ അപ്പാർട്ട്മെൻറ്റാണ്. 6 നിലയാണ്. ഞാൻ എല്ലാ ദിവസവും കയറി ഇറങ്ങുന്നത്. ഓപ്പണാണ്. ഇതിപ്പോൾ പ്രവർത്തിക്കുന്നില്ല കേട്ടോ. ഇതുകൊണ്ട് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ അന്ന് ആ വീഡിയോ എടുത്തവർക്ക് അറിയാം. അന്ന് സ്ട്രാസ്ബർഗിൽ പോയപ്പം ഇതിനകത്തുള്ള നമ്മുടെ ഗാർഡിയൻ പുള്ളിക്കാരി എണീറ്റ് വന്നു. പിറ്റേ ദിവസം എന്നെ തെറിയും പറഞ്ഞു. ഇതെന്തെന്നറിയോ, ഇത് നമുക്കിപ്പോൾ പഴയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പാരീസ് പോലുള്ള വലിയൊരു സിറ്റിയിൽ നമുക്ക് ആർക്ക് കൊടുക്കണമെന്നൊന്നും അറിയത്തുണ്ടാകത്തില്ല, കൊടുക്കാനുള്ള സമയവും ഇല്ല. അതിന് പകരം ഇവരിതുപോലെ എല്ലാ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോറിലും ഇങ്ങനെ തൊട്ടിക്കും. ഈ വരുന്ന വെള്ളിയാഴ്ച 10-ാം തീയതി അവർ കളക്ട് ചെയ്യാൻ വരും. സോ അങ്ങനെയുള്ളവർക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ മതി, അവരെടുത്തുകൊണ്ട് പോയിക്കോളും. ഞാൻ പറഞ്ഞില്ല ഇന്ന് നല്ലൊരു ദിവസമാണെന്ന്. അടിപൊളിയാണ് ഇന്നത്തെ ദിവസം. നല്ല സണ്ണി ക്ലൈമറ്റ്, സൂപ്പർ. 8:45 സൺറൈസ് കാണിച്ചു ഗൂഗിളിൽ. ഇപ്പം 8:45. ഞാനിപ്പോൾ വീഡിയോ എടുത്ത് ഇറങ്ങിയിട്ട് 8:45. സോ എൻ്റെ വീടിനടുത്തൊരു ജിമ്മുണ്ട്. ചെറിയ ജിമ്മാണ്. എന്തോ ഭാഗ്യത്തിൽ എനിക്ക് ആ ചെറിയ ജിം തന്നെ കിട്ടി. അതെന്ന് പറഞ്ഞാൽ അവിടെ നിറച്ചു ആൾക്കാരായി. ഇപ്പോൾ ഇതുവരെ ഞാൻ ഈ ഒരു രാവിലെ പോയിട്ടില്ല. ഇതൊരു ചെറിയ മാളാണ്, മെട്രോ സ്റ്റേഷൻ്റെ മുകളിലുള്ള മാള്. ഇതിൻ്റെ അകത്താണ് ഫിറ്റ്നസ് പാർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പോകാറുള്ള ജിമ്മ് വരുന്നത്. അതിൻ്റെ മുകളിൽ മൊത്തം റെസിഡൻഷ്യൽ ബിൽഡിങ്സും കാര്യങ്ങളുമാണ്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ്. ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കെയർ ഫോർ മാർക്കറ്റിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ജിമ്മിൻ്റെ വേറൊരു പ്രത്യേകത, ഇത് ചെറുതാണെങ്കിൽ കൂടി ഇതിനകത്തുനിന്നുള്ള വ്യൂസ് ഒരു രക്ഷയില്ല. നല്ല അടിപൊളി വ്യൂ. ഫ്രണ്ടിലും സൈഡിലും വരുന്ന 2 പാർക്കുകളാണ്. 2 നല്ല അടിപൊളി പാർക്കുകൾ. ഇത് അന്ന് ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ ഇട്ട ലൈറ്റ്സ് ആണ്. ഇതുവരെ എടുത്ത് മാറ്റിയിട്ടില്ല. നോർമലി എടുത്ത് മാറ്റേണ്ട സമയമൊക്കെ ആയി. കുറച്ച് നേരത്തെ 2 മണിക്കൂറത്തെ വർക്കൗട്ട് ഉണ്ടായിരുന്നു. കുറച്ച് ഫ്രഷായി. നമ്മളിപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ രാവിലെ നേരെ ഇങ്ങോട്ട് വരാം, ജിമ്മിലേക്ക് വരാം. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ തന്നെ കുളിക്കാനും മുടി ഉണക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. നമുക്കിവിടെ ബാഗ് വെക്കാനുള്ള സ്റ്റോറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടുന്ന് നേരെ നമുക്ക് ഇതിനടിയിലുള്ള മെട്രോ സ്റ്റേഷനിൽ പോയി അവിടുന്ന് നമുക്ക് നമ്മുടെ ജോലി സ്ഥലത്തേക്ക് പോകാമെന്നുള്ളതാണ്. സോ നമ്മൾ നേരത്തെ കണ്ട ഒരു പാർക്ക്, ഇതിൻ്റെ സൈഡിലും ഫ്രണ്ടിലും പാർക്കാണ് വരുന്നത്. നിങ്ങൾ ഈ കാണുന്നതൊക്കെ റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ആണ്, ഫ്ലാറ്റുകളാണ്. ഇതിൻ്റെയൊക്കെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ആയിരിക്കും. ഈ കാണുന്ന കെയർ ഫോർ മാർക്കറ്റാണ്. അതായത് നമുക്ക് ഇതുപോലുള്ള പച്ചക്കറികളും പഴങ്ങളും ബാക്കി എല്ലാ സാധനങ്ങളും കെയർ ഫോർ മാർക്കറ്റിലുണ്ടാവും. പിന്നെ അതുമല്ല പാരീസിൽ എല്ലായിടത്തും ഒരു കോർണറിലൊരു ചെറിയൊരു കെയർ ഫോറെങ്കിലും ഉണ്ടാവാറുണ്ട്. ഇത് വൈൻ്റെ സ്ഥലമാണ് കേട്ടോ. ഫ്രാൻസിൽ വൈനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കാണെങ്കിൽ കൂടി എനിക്ക് വൈൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, അപ്പോൾ ഇന്ന് ചെറിയൊരു വൈൻ മേടിക്കണം. വൈൻ റെഡ്, വൈറ്റ്, റോസ് ഒക്കെ ഉണ്ട്. സോ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ റെഡാണ് നല്ലത്. ജിമ്മിൻ്റെ അകത്തുനിന്ന് കണ്ട 2ാമത്തെ പാർക്കാണ്. ഈ ജിമ്മിൻ്റെ റൈറ്റ് സൈഡിലും ഫ്രണ്ട് സൈഡിലും 2 പാർക്കാണ് ഉണ്ട്. ഫ്രണ്ട് സൈഡിലുള്ള പാർക്ക് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. കുറേയധികം ജീവജാലങ്ങളും ഉണ്ട് ഇതിനകത്ത്. ചെറിയ നമ്മുടെ താറാവ് പോലത്തെ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വളർത്തുന്നുണ്ട്. ഞാൻ വന്നപ്പോൾ ഉണ്ടല്ലോ ഒരാൾ വലിയൊരു അടിപൊളി ക്യാമറ ആയിട്ട് എന്തോ ഷൂട്ട് ചെയ്യുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഉണ്ട് പൊന്മാൻ പോലത്തെ ഒരു സംഭവം. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാനങ്ങനെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ഇവിടെ അടുത്താണ് വീട്. ആ ഒരു കാണുന്ന ബിൽഡിങ്ങിൽ ഏതോ ഒന്നിലാണ് എൻ്റെ വീട് വരുന്നത്. എൻ്റെ വീടല്ല, നമ്മൾ താമസിക്കുന്ന സ്റ്റുഡിയോ വരുന്നത്. അപ്പം നമുക്കിനി വേറൊരു വീഡിയോ ചെയ്യാനുണ്ട് എനിക്ക്. അതൊരു
ഫ്രാൻസിൻ്റെ വീഡിയോസാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് യൂറോപ്പിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. ഒരു ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതായത് യൂറോപ്പിലേക്ക് പഠിക്കാൻ വരുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണത്. കുറച്ച് പേര് ചോദിച്ചതിൻ്റെ ഇതിലും കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്സിൻ്റെയും കമൻസിൻ്റെയും ഇതിൽ റിപ്ലൈസിൻ്റെ മെസ്സേജ് വരെ കിട്ടി. എനിക്ക് തെരുവിളിച്ചൊരു മെസ്സേജ് വന്നു. അതിൻ്റെയൊക്കെ ബേസിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. മൈക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഫോണിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രാവിലെ പറഞ്ഞ ആ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നത് ഇതിനകത്താണ്. ഇതൊരു ഗിംബലാണ്. ഇത് 2023 ആദ്യമായിട്ട് വീഡിയോസ് ചെയ്ത സമയത്ത് മേടിച്ചാണ്. അന്നുണ്ടായിരുന്ന ഫോൺ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിലാണ് വീഡിയോ. ഇതിപ്പോൾ താഴെ ഇങ്ങനെ മറിഞ്ഞൊക്കെ പോയി. ഇതിപ്പം കുറച്ച് പ്രായമുണ്ടല്ലോ ഇതിന്. ഈ സാധനത്തിന് കുറച്ച് പ്രായമുണ്ട്. ഇപ്പം 1.5 വർഷമുണ്ട്. നന്നായിട്ട് മാക്സിമം യൂട്ടിലൈസ് ഇതുണ്ടോ. ഇതുപോലെ നേരത്തെ പോയി വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് പോയി ചോറ് ആയിക്കൊണ്ടിരിക്കുന്നു. കറിയൊന്നുമില്ല. നമ്മൾ രാവിലെ മേടിച്ച ആ ചിക്കനില്ലേ, ആ ചിക്കനിൽ കുറച്ച് മസാലയൊക്കെ ഇട്ട് അത് സൈഡിലും വെച്ച് കുറച്ച് അച്ചാറും കൂടി കൂട്ടി കഴിക്കും. ഒറ്റയ്ക്കൊക്കെ ആയതുകൊണ്ട് ഓക്കെ. അപ്പോൾ നമ്മളങ്ങനെ വീഡിയോ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഗൗതത്തിനെ കാണാൻ പോവുകയാണ്. അവൻ ട്രയംഫ് ആർച്ചിൻ്റെ അവിടെ ഉള്ളത് ഷാം സീരീസ് എന്ന് പറയും. സോ ഞാൻ അങ്ങോട്ട് പോകുന്നു. എൻ്റെ വീടിനടുത്തായിരുന്നു. ഏകദേശം 15-20 മിനിറ്റേ ഉള്ളൂ. അവൻ ഓൾറെഡി അവൻ്റെ ഒരു ത്രോട്ടിൽ നെറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ചെറിയൊരു വെഹിക്കിളാണ്. അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ കാണുന്ന ഒരു ബസ്സാണ്. അത് സിറ്റി ടൂർ നടത്തുന്ന ബസ്സാണ്. അത് ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഈഫൽ ടവറിലും ലൂവർ മ്യൂസിയത്തിലും തുലരി ഗാർഡനിലും ഒക്കെ പോകും. ഈ കാണുന്നുണ്ടല്ലോ ലൂയി വിത്തോണിൻ്റെ ഒരു ഹോട്ടൽ വരുന്നുണ്ട് ഇവിടെ. അന്ന് പറഞ്ഞതുപോലെ ഏകദേശം $10,000 വരെയാണ് ഒരു ദിവസത്തെ ചാർജ് വരുന്നത് അവിടെ. സോ ഇവിടുന്ന് ഈഫൽ ടവർ കാണാം. നൈറ്റൊക്കെ ആയാലും നല്ല ഭംഗിയാണ്. ന്യൂ ഇയർ സമയത്ത് ഇവിടെ ആയിരുന്നു. ഇവിടെ ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു. സോ നമ്മൾ ഇനി പോകുന്നത് ഒരു യമൻ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഹായ് വാ നൈസ്. അപ്പോൾ ഞാനങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ മറ്റേ ഷാം സിറ്റീസിലേക്ക് വന്നു. നമ്മുടെ ഫ്രണ്ട് ഗൗതം അവിടെ വന്നായിരുന്നു. ഗൗതത്തിൻ്റെ സൈക്കിൾ ശരിയായിട്ടാണ്. സൈക്കിളല്ല, ഒരു സംഭവമാണ്. ഇതാണ് നമ്മുടെ മന്തി. ഹൈ ഗൗതം ബ്രോ. ഞാൻ അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗൗതം. എൻ്റെ ജൂനിയറാണ്. പെരുമ്പാവൂര്. സോ നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞാൻ സീനിയർ, ഇവൻ ജൂനിയർ. അതിൻ്റെ നേരത്തിലൊന്നും ഉണ്ടല്ലോ. ഞങ്ങൾ ഭയങ്കര ചില്ലാണ്. സോ ഗൗതം റെക്കമെൻഡ് ചെയ്ത കടയാണ്. ഇതൊരു യമൻ റെസ്റ്റോറൻറ്റാണ്. ഞങ്ങൾ ഒരു വെറൈറ്റി ടൈപ്പ് മന്തിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതുവരെ ഞാൻ മന്തി കഴിച്ചിട്ടില്ല. പാരീസിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഇതുവരെ മന്തി കഴിച്ചിട്ടില്ല. ബിരിയാണി കഴിച്ചിട്ടുണ്ട്. കാലത്ത് തീർന്നു. സാധാരണ എന്നൊക്കെ പറഞ്ഞായിരുന്നു. സോ നല്ല വൈനാണ്. ശേഷം എടുക്കാം. ആദ്യം റൈസ് മാത്രം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മന്തി വെച്ച് നോക്കുമ്പോൾ അത് ടേസ്റ്റ് പറയാൻ പറ്റില്ല. പ്രത്യേക ടൈപ്പ്. ഒന്ന് കഴിഞ്ഞ അൽഫാം ചിക്കനും ഒന്ന് സ്റ്റീംഡ് ചിക്കനുമാണ്. ഞങ്ങൾ രണ്ടുപേരും ഓരോന്നോരോന്ന് മേടിച്ചു. വലിയ പാത്രത്തിലായിരുന്നു. വീട്ടിൽ പോകർക്കും ഇതുപോലൊരു സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു. തൃശ്ശൂർ ടൗണിൽ തന്നെയാണ്. കുഴിമന്തിക്കട. ഇത് കഴിക്കാം. ആ ഒരു പാട്ട് വൈബ്. പക്ഷെ മയണൈസും കൊണ്ട് അതിൽ കഴിക്കും. അവിടെ ഇല്ലല്ലേ. ഇതൊരു ഫ്ലേവർ. ഇതിനൊരു കൊറിയാൻഡർ ഫ്ലേവർ. ഇതൊരു ടൊമാറ്റോ ഫ്ലേവർ. നിങ്ങളെന്നാല് കഴിക്കട്ടെ. ഓക്കെ. പാരൻസിലൊക്കെ ഉള്ളവരാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മാത്രം ഞാനിത് പറയും. അല്ലാതെ കമൻസിലൊന്നും ഞാൻ എടുത്തില്ല. ഇതിൻ്റെ പേര് വേറെ സംഭവം അടിപൊളിയാണ്. രക്ഷയില്ല. നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ളതുണ്ട്. അതിൻ്റെ ആ ഒരു ആംബിയൻസ് ഫുഡ് കൊണ്ട് വരുമ്പോൾ ആ പൈസക്കുള്ളതുണ്ട്. എക്സ്പെൻസീവ് ആണെന്ന് ചോദിച്ചാൽ എക്സ്പെൻസീവ് ആണ്. ലോകത്തിന് എക്സ്പെൻസീവ് അല്ല. പാരീസിൻ്റെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ടോ. എത്രയായിരുന്നു?
അടിപൊളിയായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ഇപ്പം ഈ ശ്യാം സരീസിലൂടെ നടക്കുവാണ്. ഇതാണ് ഗൗതത്തിൻ്റെ വണ്ടി. ഇതിന് പേരെന്താ? അല്ല ഇവിടെ ആ നേരത്തെ ഞാൻ സൈക്കിളിൽ ഷൂട്ടെന്നൊക്കെ പറഞ്ഞു വീഡിയോയിൽ. ത്രോട്ടിൽ നെറ്റ് അല്ലേ? ഇതെല്ലാം മെട്രോ അപ്പുറത്തായിരിക്കും. ഇതിൽ കയറി കഴിഞ്ഞാൽ മറ്റേ മായാവിയില്ലേ? മായാവിയില്ലല്ലോ, ലുട്ടാപ്പി കൊന്നും കൊണ്ട് പോകുന്നവരെ സോ ഞങ്ങൾ ഈ ഒരു ഇതിലാണ് കേട്ടോ. ഇതാണ് ഓക്കേ. ലൂയി വിത്തോൻ്റെ വലിയൊരു ഹോട്ടൽ വരുന്നുണ്ട് ഇവിടെ. ഒരു ദിവസം സ്റ്റേ ചെയ്യണമെങ്കിൽ അവിടെ ലക്ഷങ്ങളാണ്. 10,000 US$ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യണമെങ്കിൽ റൂമേഴ്സ് ഉള്ളത്. നമുക്കറിയത്തില്ല. ഈ കാണുന്നതാണ്. എന്താ കാണിക്കുന്നത്? ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം നൈറ്റ് 7 മണിയായി. 1 day in my life. ഞങ്ങൾ കണ്ണാടി നോക്കാൻ പോയായിരുന്നു. എനിക്ക് എൻ്റെ കണ്ണാടി ഒന്ന് മാറണമായിരുന്നു. സോ ഇവന് അതിനെയും ഗൗതത്തിനും ഷോപ്പിനും കാര്യങ്ങളെ പറ്റിയിട്ട് അവനറിയാം. അവനെ കോൺടാക്ട് ചെയ്യുക ഇൻസ്റ്റഗ്രാമിലൂടെ. സോ അതെടുക്കാൻ പോയി അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ പോവാണ്. ഗൗതവും വീട്ടിൽ പോവാണ്. അവൻ ഇതിലാണ് പോകുന്നത്. ഇതാണ് അവൻ്റെ വാഹനം. എനിക്ക് മെട്രോയിൽ പോകണം. തൊട്ട് മുമ്പിൽ മെട്രോ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ബാക്കി വീട്ടിലെത്തിയിട്ട് കാണാം. എൻ്റെ വീഡിയോ കഴിഞ്ഞില്ല. ഞാൻ വണ്ടി അവിടെ എത്തിട്ടേ വൈൻഡപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഗൗതം ബൈ ബൈ, സീ യു സൂൺ. കാണാം. ചോ സീ യു സൂൺ. ഇവിടുന്ന് ക്ലാസ് എടുക്കാൻ വരുമ്പോൾ വിളിക്കാം കേട്ടോ. വരണേ. നല്ല സെലക്ഷൻസ് ഒക്കെ പറഞ്ഞു തരണം. ഓ ബൈ പോട്ടെ. ഓക്കെടാ, നീ പൊക്കോ. ഞാൻ നേരെ പൊക്കോളാം. നീ പോകുന്നേ എടുക്കട്ടെ. അവന് ഷട്ടിൽ അടുത്തായതുകൊണ്ട് അവൻ പോയി. സോ എനിക്കിനി മെട്രോയിലാണ് പോകേണ്ടത്. എനിക്ക് ആ സാധനമില്ല. ഓക്കെ. സോ അങ്ങനെ നമ്മളിപ്പം തിരിച്ച് വീട്ടിലെത്തി. നൈറ്റ് 8 മണിയായി. ഇപ്പം രണ്ടുപേരും ടയർഡായിരുന്നു. അവനും ടയർഡായി. ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങളൊരു ഒപ്റ്റിക്കൽ ഷോപ്പിൽ പോയി. അത് കണ്ണാടി എടുക്കാൻ വേണ്ടിയായിരുന്നു എനിക്ക്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്നത് കൊണ്ടും മ്യൂച്വൽ ഇൻഷുറൻസ് ഒക്കെ ഉള്ളത് കൊണ്ടും കണ്ണാടി ഫ്രീ ആണ് നമുക്ക്. എനിക്കിപ്പം 610 ഏകദേശം 59,000 രൂപയുടെ കണ്ണാടി വിത്ത് ലെൻസോ അല്ലാതെയോ സൺഗ്ലാസോ നമുക്ക് എടുക്കാൻ പറ്റും. ദാറ്റ്സ് ഓൾ. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവരോടും താങ്ക് യു. ഇനിയും കുറേയധികം വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. സോ ടയർഡ് ശരിക്കും ആയതുകൊണ്ട്, അതുമല്ല എനിക്കിന്ന് രാവിലെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തിട്ട് തലയ്ക്കെന്തോ ഒരു പിടുത്തമുണ്ട്. എനിക്ക് തലയൊന്നും ഇങ്ങനെയൊക്കെ നോക്കുന്നത് ഞാനിപ്പം. സോ അറിയത്തില്ല എന്താണ് അങ്ങനെ. ചെറിയൊരു പെയിനുണ്ട്. നാളെ ആകുമ്പോഴത്തേനും മാറും. കുറേ നാൾ കഴിഞ്ഞ് ചെയ്തതിൻ്റെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഞാൻ നോക്കുന്നത്. ഇന്ന് മെട്രോയിൽ വന്നപ്പോഴാണെങ്കിലും പുറകെ കൂടെ ആൾ എഴുതുന്നത് അങ്ങോട്ട് ക്രോസ് ചെയ്യണ്ടേ, ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. ശരി, അപ്പോൾ ശരി, ബൈ ബൈ, ഗുഡ് നൈറ്റ്. അവിടെ ഓൾറെഡി നൈറ്റായി. എല്ലാവരും കിടന്ന് കാണുന്നറിയാം. വേറെ ഏതെങ്കിലും ഒക്കെ ദിവസമായിരിക്കും ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നത്. അപ്പോൾ ഇത്ര നേരം വീഡിയോ ഉണ്ട്. എല്ലാവരോടും താങ്ക് യു. ഇനിയും പുതിയ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഇതിൽ കമൻസ് ആയിട്ട് ഇടണം. ബൈ ബൈ, സീ യു.